ഹലോ. അങ്ങനെ നാളെ തൊട്ട് നമ്മൾ പുതിയ റൂമിലേക്ക് മാറാണ്. ഹോ, ഇന്നും കൂടി ഉള്ളൂ ഈ റൂമിൽ. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്നതിൽ 2017 തൊട്ടിട്ട് 16 പകുതി ആയപ്പോൾ തൊട്ട് ഞാൻ വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്ന. അതിനകത്ത് ഹോസ്റ്റൽ ലൈഫ് കുറേ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളൊരു റൂമാണിത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. അതിനുള്ളിൽ ഞാൻ ഐഫോൺ എടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ടൈഫോയിഡ് വന്നത് അത് ലൈഫിൽ വല്ലാത്തൊരു മാറ്റം തന്നെ സംഭവിച്ചത്. ടൈഫോയിഡ് വന്നിട്ട് ഇനി രക്ഷപ്പെടോ ഇല്ലേന്ന് വരെ ആകെ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ടൈഫോയിഡ് വന്ന് ഒരു റിക്കവറി ടൈമിലാണ് ഞാൻ എൻ്റെ ലൈവ് സ്റ്റാർട്ടാക്കുന്നത്. ഓക്കെ, ഇതെല്ലാം അങ്ങനെയാണ് ഞാൻ യൂട്യൂബായിട്ട് കണക്റ്റ് ആവുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് കണക്റ്റ് ആയിട്ടുള്ളൊരു റൂം കൂടിയാണിത്. ഇനി ഞാൻ ഈ റൂമിലേക്കൊന്നും വരില്ല. കുറച്ച് സെൻറ്റിമെൻ്റലായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ റൂം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. ഇനി പുതിയ റൂമിലേക്ക് ചെല്ലുമ്പോൾ കുറേ പുതിയ നേട്ടങ്ങൾ ലൈഫിൽ സംഭവിക്കട്ടെ. അപ്പോൾ ശരി, ഞാൻ കിടന്നുറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. പന്ത്രണ്ട് മണി കഴിഞ്ഞു. ചില അലവലാദികൾ എൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് സ്പെഷ്യൽ മെൻഷനിങ് ടു ബാച്ചിലർ ഓഫ് സയൻസ് നേഴ്സിംഗ്, കന്നഡ ചെറുക്കാഞ്ചേരി. ഇപ്പം ഞാൻ കാണിച്ചിട്ടൊന്നും വിചാരിച്ചില്ല കേട്ടോ. ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ കിടക്കണുണ്ടപ്പോൾ ഇപ്പം ഞാൻ ഓർത്ത. നീ എപ്പോഴും ചോദിക്കല്, ഇനി മേല് പറയരുത് എൻ്റെ അടുത്ത്. ഇന്നലെ കിടക്കാൻ നേരത്ത് ഇന്ന് രാവിലെ 7:30 ആകുമ്പോൾ എഴുന്നേറ്റിട്ട് വേഗം ചടപ്പണമെന്ന് റെഡി ആയിട്ട് പോകണമെന്ന്. പക്ഷെ ഞാൻ മാത്രം കറക്റ്റ് സമയത്ത് എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ ഇൻസ്റ്റയിൽ 2 റീൽസ് നോക്കി പ്ലാനിലും കയറിയിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. ഞാൻ കിടന്ന് വീണ്ടും ഉറങ്ങിയിട്ട് ഇപ്പം എഴുന്നേറ്റ് പല്ല് നശിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവരൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ഞാൻ തന്നെ വീണ്ടും ചെയ്തത്. നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അതെല്ലാം റെൻ്റാണ്. അപ്പോൾ അവരെ വിളിച്ചിട്ട് അവർ തന്നെ നമുക്ക് അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ആക്കി തരും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ബാക്കി സാധനങ്ങളും കൂടി ഷിഫ്റ്റ് ആക്കണം. ഇന്നലെ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഷിഫ്റ്റ് ആക്കിയിരുന്നു. ഞാൻ പോയി ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ഷിഫ്റ്റ് ആക്കി ഇപ്പോൾ എല്ലാ ഡ്രസ്സും കൂടി മാറ്റി. ഇടുന്ന ആ ഒരു ഡ്രസ്സ് മാത്രം എൻ്റെ ഉണ്ടായിരുന്നു, ഒരു ജോഡിയും കൂടി. അയ്യോ, ഇതിനകത്ത് എന്താ ഇതാണ്. ഓക്കെ, നമ്മൾ പുതിയ റൂമിലേക്ക് ഇന്ന് തന്നെ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യാണ്. നമ്മൾ തന്നെയാണ് കേട്ടോ ഷിഫ്റ്റ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഓൾറെഡി എല്ലാ സാധനങ്ങളും കഴിഞ്ഞ 2 ദിവസമായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങൾ നമ്മൾ ഫസ്റ്റ് പാക്ക് ചെയ്യുക. നമ്മുടെ ഡ്രസ്സും എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് തിരിച്ച് ബാഗൊക്കെ അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ട് വീണ്ടും അതിനകത്ത് റീഫിൽ ചെയ്ത് കൊണ്ടുപോകും. അതായിരിക്കും 2-3 ട്രിപ്പ് എന്തായാലും പോകേണ്ടി വരും. അപ്പം ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക. ഇത്ര ദിവസം നല്ല ക്ലൈമറ്റ് ആയിരുന്നു, പക്ഷെ ഇന്ന് നല്ല തണുപ്പാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്തോ വിളിച്ചിട്ട് പറയണോ സെപ്പറേറ്റ് ആക്കി പറയാ.
വീഡിയോ എന്ന് പറഞ്ഞിട്ടൊക്കെ എന്നെ കൊണ്ട് ചോദിക്കാണ് ഇത് കാണുന്നുണ്ടോ? മണ്ണ് വീഡിയോ എടുത്തത് ഞാൻ ഇവിടെ ഇരിക്കാൻ നിങ്ങൾ പോയി എടുത്തിട്ട് പോയി ചായ വെക്കട്ടെ. ചായ കുടിച്ചാൽ എനിക്കൊരു എനർജി ഉണ്ടാവില്ല. കാരണം ഇനി ഇന്നത്തെ തന്നെ ഫുഡ് പുറത്തുനിന്നായിരിക്കും മിക്കവാറും. നാളെ തൊട്ടായിരിക്കും കുക്കിങ് സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ചായ കുടിച്ചിട്ട് ഞാൻ പോയി എല്ലാം പാക്ക് ചെയ്തിട്ട് ശരി. ഇനി നമ്മൾ റൂമിൽ നിന്നല്ല ഇതൊക്കെ നമ്മളിനി ഷിഫ്റ്റ് ചെയ്യണം. എല്ലാ സാധനങ്ങളും ഇറക്കിയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല കുറച്ച് സാധനം നമ്മൾ ഇന്നലെ ഷിഫ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതും കൂടി ഷിഫ്റ്റ് ചെയ്തൊരു 80% സാധനങ്ങൾ. ഇനിയുണ്ട് ഒരു 20% സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ. ഇപ്പം നമ്മൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ട് വരെ വണ്ടി വന്നത് നമ്മുടെ പെട്ടി കൊടുത്തിട്ട് പോലെ ഇതിനകത്താണ് നമ്മൾ എല്ലാ സാധനവും ഷിഫ്റ്റ് ചെയ്യണത്. സോ ഓം കൈ കുട്ടിച്ചാത്ത എല്ലാ സാധനവും ഇതിൻ്റെ അകത്ത് വരട്ടെ. ഇതുപോലെ ഇത്രയും സ്ഥലമുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയാ പോയിട്ടോ. ആ പുള്ളിക്കാരനെ കൂടി ഞാൻ സബ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത ലൈവിൽ എന്തായാലും വരണമെന്ന്. ഇവിടെ ഇത് നമുക്കിതാ മീതെ കാണുന്ന ഫ്ലോറിലേക്ക് ഷിഫ്റ്റ് ആക്കണം. അതാണ് അടുത്ത ടാസ്ക്. അവിടെ ഒരു റൗണ്ട് സാധനങ്ങൾ ഇറക്കിയിട്ട് നമ്മളിപ്പോൾ രണ്ടാമത്തെ റൗണ്ട് സാധനങ്ങൾ ഇറക്കിയിട്ട് നമ്മളിപ്പോൾ തിരിച്ച് വീണ്ടും പഴയ വീട്ടിലേക്ക് പോവാണ്. ഇനി അവിടെ നിന്ന് അടുത്ത കുറച്ചുകൂടി ഞാൻ പറഞ്ഞില്ല ഒരു 20% പൂളിലും കിച്ചണിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മൾ ആ വീടും ക്ലീനാക്കി കൊടുക്കണം. ഞാനിന്ന് രാവിലെ ഇത്തിരി കട്ടൻ ചായ കുടിച്ചത് വെച്ചോളൂ. ഇപ്പം സമയം 3 മണി എന്തോ ആവാനായിട്ടുണ്ട്. നോ എനർജി, ഫുഡ് വേണം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കേരള ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ഇറച്ചി ബിരിയാണി വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ റൂമിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കട്ടെ. അവിടെ ഇല്ലേ ഇപ്പോൾ പഴയ വീടാണെങ്കിൽ 2 നില സെക്കൻഡ് ഫ്ലോറിലായിരുന്നു റൂം. പുതിയ വീട്ടിലും സെക്കൻഡ് ഫ്ലോറിലാണ്. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായത് എല്ലാ സാധനങ്ങളും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിയെങ്കിൽ പക്ഷെ ഇവിടെ നല്ല സ്ഥലമാണ് കേട്ടോ. വീടിൻ്റെ ഞാൻ കാണിക്കാഞ്ഞതാണ് ഇതിനകത്ത്. കാരണം ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫുഡ് വരാത്ത എന്താ? സമയം 5 മണിയാവാനായി. ഇതുവരെയായിട്ട് ഫുഡ് വന്നിട്ടില്ല. ഞാൻ ചത്തു. ഇനി ഇവിടെ ക്ലീൻ കൂടി ചെയ്യുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ വയ്യ. 2 ദിവസം എനിക്ക് റെസ്റ്റ്. എനിക്ക് പ്രായം തുറക്കാണ് ഏറ്റവും പാട്. കുറച്ച് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. തൈര് മോസ്റ്റ്. ബീഫ് ഉണ്ടോ? പപ്പടം ഞാൻ കഴിക്കട്ടെ, വിശക്കും.
ഇതാണ് നമ്മൾ ഇത്രയും നാൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇവിടെ മാത്രമേ വെട്ടം അത്യാവശ്യത്തേക്കുള്ളൂ. പിന്നെ വീണ്ടും വരാണെങ്കിൽ ഇതാ ഇവിടെ ഒരു വാഷ് ബേസിൻ. ഹോൾ ഏരിയ ഞങ്ങൾ ഉപയോഗിക്കാറേ ഇല്ല. ഇതാണ് കിച്ചൺ. കാണിക്കാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് എന്നാലും വേണ്ട. ഇതിനകത്തൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുള്ളൂ. ഒരു വൃത്തിയില്ലാത്ത ഒരു സ്ഥലമാണിത്. ഇതൊരു ബാത്റൂമാണ്. ഇതാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന റൂം. ഇതാണ് എൻ്റെ ബാത്റൂം. ഇതാണ് എൻ്റെ ബാൽക്കണി. ഇത് ഞാൻ നവംബറിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു അതൊന്നും